ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ SSC 2025 അതുപോലെ തന്നെ 26 വർഷത്തിലെ എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു കലണ്ടറിലൂടെ 2025 അതുപോലെ തന്നെ 26 വർഷത്തിലെ SSC GD എക്സാമിനേഷന് അതുപോലെ തന്നെ ഡൽഹി പോലീസ് തുടങ്ങിയ എക്സാമുകളുടെ ഡേറ്റുകളെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSCയുടെ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. SSC നടത്തുന്ന വിവിധ എക്സാമുകളുടെ ഡേറ്റുകളാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ എക്സാമുകളുടെ അപേക്ഷിക്കാനുള്ള ഡേറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതിയും എക്സാമിനേഷൻ എന്നാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം നോക്കുകയാണെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്, അതായത് CGL ലെവൽ എക്സാമിനേഷനാണ്. ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ SSC പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 22 ഏപ്രിൽ 2025 ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് 21 മെയ് 2025 വരെയാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഇനി SSC നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, അതായത് CAPF എക്സാമിനേഷനാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 16 മെയ് 2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 14 ജൂൺ 2025 വരെ ആയിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഇനി SSC നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, അതായത് +2 ലെവൽ എക്സാമിനേഷനാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 2025 മെയ് മാസത്തിലാണ്, അതായത് 27 മെയ് 2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25 ജൂൺ 2025 വരെ ആയിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് MTS എക്സാമിനേഷൻ. MTS അതുപോലെ തന്നെ ഹവിൽദാർ CBSE ആൻഡ് CBN റിക്രൂട്ട്മെൻറ്റ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന 26 ജൂൺ 2025 ഈ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25 ജൂലൈ 2025 വരെയാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. ഇനി അടുത്ത SSC നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ, അതായത് ഡൽഹി പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 സെപ്റ്റംബർ 2025 അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 2025 വരെ ആയിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളായിട്ടാണ്, അതായത് 2025 നവംബർ ഡിസംബർ മാസങ്ങളായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇൻ ഡൽഹി പോലീസ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത് 19 ജൂലൈ 2025 അപേക്ഷിക്കാനുള്ള അവസാന തീയതി 12 ഒക്ടോബർ 2025 നിലവിലെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 2025 നവംബർ അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിലായിട്ടാണ്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഇൻ ഡൽഹി പോലീസ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 7 ഒക്ടോബർ 2025 അപേക്ഷിക്കാനുള്ള അവസാന തീയതി 5 നവംബർ 2025 വരെ ആയിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന 2025 ഡിസംബറിലും അതുപോലെ തന്നെ 2026 ജനുവരി മാസങ്ങളിലായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം ഉണ്ടാവുക. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ ഇൻ ഡൽഹി പോലീസ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 14 ഒക്ടോബർ 2025 അപേക്ഷിക്കാനുള്ള അവസാന തീയതി 6 നവംബർ 2025 വരെ ആയിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 2025 ഡിസംബറിലും 2026 ജനുവരി മാസങ്ങളിലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം ഉണ്ടാവുക. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ്, അതായത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, അതായത് SSC GD എക്സാമിനേഷനാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 11 നവംബർ 2025 ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 ഡിസംബർ 2025 വരെ ആയിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്, അതായത് 2026 SSC GD എക്സാമിനേഷൻ്റെ എക്സാം നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്.
ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ള SSCയുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ ഷെഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് SSCയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാമുകളും, അതായത് പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകളുടെയും ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം മറ്റേതെങ്കിലും എക്സാമുകളുടെ ഡേറ്റുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ റിക്രൂട്ട്മെൻറ്റുകളിലാണ് അപേക്ഷിക്കാനിരിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.